നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന മേഖല ഈ കുണ്ടലിനി ശക്തിയും നമ്മുടെ ശരീരത്തിലെ 7 ചക്രാസ് ഇതിനെയൊക്കെ കുറിച്ചാണ്. പലരും പറയുന്നുണ്ട് ഈ കുണ്ടലിനി ശക്തി അത് കറക്റ്റ് നമ്മൾ അറിയാവുന്ന ലെവലിൽ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കത് ഗുണത്തിന് പകരം ദോഷമായി മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് എന്ന് എനിക്ക് ലഭിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പലരും ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ഒരുപാട് ഗുണങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ദോഷവും ഗുണവും തമ്മിൽ പലർക്കും അങ്ങോട്ട് വ്യക്തത കാര്യമായിട്ട് വരില്ല. കാരണം ഇത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് മിക്കവരുടെയും മനസ്സിൽ ഇതുള്ളത്. പക്ഷെ ഇത് നല്ലതാണ്. പക്ഷെ ഈ നല്ലതായ ഈ കാര്യം എന്തുകൊണ്ട് ദോഷമായി മാറുന്നു? ഇനി ഇത് നല്ലതാണോ? നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പോലെ ഈ കുണ്ടലിനി ശക്തിയും ഈ ചക്രാസിനെ ശക്തീകരിച്ചെടുക്കുന്നതും ഒക്കെ ശരിക്കും നല്ലതാണോ? ഇതേക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ഈ ഭൗതിക ജീവിതത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ കാഴ്ച, കേൾവി, ചിന്ത, നമ്മളെ വികാരങ്ങളായ ദേഷ്യം, സ്നേഹം, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ ശരീരത്തിന് വേണ്ട ആരോഗ്യം, പ്രവൃത്തികൾ ചെയ്യാനുള്ള ആ കഴിവുകൾ, ഇങ്ങനെ പല മേഖലകളിൽ നമ്മുടെ ശരീരത്തിന് ഊർജം ആവശ്യമുണ്ട്. ഇപ്പൊ ജന്മനാ ഒരു മനുഷ്യന് അതിന് വേണ്ട ഒരു ബാറ്ററി എന്ന രീതിയിൽ സൃഷ്ടാവായ ദൈവം തന്നെ അവന്റെ ശരീരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത്, അതിന് മൂലാധാരം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്താണ് ശരിക്കും ഇതിന്റെ ബാറ്ററി വെച്ചിരിക്കുന്നത്. അതായത് ഈ സകലമാന വികാരങ്ങളും പ്രവൃത്തികളും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഊർജം ആവശ്യമുണ്ട്. അപ്പൊ ആ ഊർജം ഒരളവിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ കുണ്ടലിനി എന്ന് പറയുന്ന ആ ശക്തിയിൽ നിന്ന്, ആ ഭാഗത്തു നിന്നാണ് അതിനുള്ള ഊർജം എല്ലാ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതൊരു മനുഷ്യ ആയുസ് മൊത്തം വേണ്ട ഊർജം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പൊ അത് ആവശ്യമനുസരിച്ച് വേണ്ട രീതിയിൽ വേണ്ടതുപോലെയാണ് ഓരോ ചക്രാസിലും അത് എത്തുന്നത്. അപ്പൊ ചക്രാസ് എന്ന് പറയുമ്പോൾ പ്രധാന ചക്രാസ് എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ ചക്രാസ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഈ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന അനേകായിരം അദൃശ്യ ശക്തികൾ ചേർന്നാണ് നമ്മുടെ ശരീരത്തിലെ സകലമായ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതേ അദൃശ്യ ശക്തികൾ തന്നെയാണ് നമ്മൾ പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ ആ പ്രപഞ്ചത്തിലുള്ള ആ അദൃശ്യ ശക്തികളുടെ എല്ലാത്തിന്റെ ഊർജത്തിന്റെ ഒരു പകർച്ച നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ സകലമാന ദേവി ദേവന്മാരും ഉണ്ട്. അതനുസരിച്ച് അസുരന്മാരും ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ചെറിയ ചെറിയ പകർച്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. മറ്റുള്ള ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ഇതേപോലെ ശക്തി സ്രോതസ്സും ഒക്കെ അവരിലും ഉണ്ട്. അപ്പം മനുഷ്യർക്ക് അവർക്ക് വേണ്ട ഓരോ സമയത്ത് അവനവനതായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് ഓരോ ആദർശ ശക്തികളുടെ പകർച്ചയിലേക്കും അത് കിട്ടും. അപ്പൊ അത് അവരുടെ കേന്ദ്രമാണ് ഈ ചക്രാസ് എന്ന് പറയുന്നത്, പ്രധാന കേന്ദ്രം. അപ്പൊ ആ കേന്ദ്രത്തിലേക്ക് ഊർജം വരുമ്പോൾ ആ കേന്ദ്രത്തിലിരിക്കുന്ന അദൃശ്യ ശക്തികൾ നിയന്ത്രിക്കുന്ന ആ മേഖലകളിലേക്ക് ഊർജം കിട്ടും. സ്നേഹത്തിന്റെ ഭാഗത്തോട്ടാണ് ഊർജം വരുന്നതെങ്കിൽ ആ ഭാഗത്തെ അദൃശ്യ ശക്തിക്ക് ഊർജം കൂടുതൽ കിട്ടുകയും ആ ഭാഗം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സ്നേഹത്തിന്റെ പല മേഖലകളിലേക്കും ഈ ഊർജം ശക്തമായ രീതിയിൽ ഒഴുകാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹത്തിന്റെ ആ രീതിയും അതിന്റെ ആഴമൊക്കെ അവന് തന്നെ കൂടി വരും. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലെ സൃഷ്ടി ചെയ്യുന്ന ആ ഒരു കേന്ദ്രത്തിലേക്ക് ഊർജം കൂടി വന്നാൽ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളും കലാപരമായിട്ട് അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള നമ്മുടെ വാസനകളൊക്കെ കൂടിക്കൂടി വരും. കൂടിക്കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദൃശക്തികൾ നമ്മുടെ പുറമെ ഉള്ളവരുമായി ഇത് ലിങ്കായിട്ട് അതിനുള്ള വഴികളും സാധ്യതകളും പുറമേ നിന്നും കൂടി സാഹചര്യങ്ങൾ ഒഴുകി വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പുറമെ നിന്ന് സാഹചര്യത്താൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഉള്ളിൽ അതിൻ്റെതായ വാസനയും ആ ഒരു കഴിവും കൂടി വരികയും ചെയ്യും. അപ്പം ഈ ഓരോ മേഖലകളിലും ഈ ശക്തി, ഈ ഊർജം കൂടുതൽ എത്തിക്കും തോറും ആ മേഖല കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞ ഈ ധ്യാനത്തിലൂടെ ഈ ചക്രാസിനെ ഉണർത്തുക എന്ന് പറയുന്നാൽ ആ ചക്രാസിനെ കൂടുതൽ പവർഫുൾ ആക്കുകയാണ്. ഇതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ. ഇപ്പൊ അതെന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അധിക അറിവോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തി
ചക്രാസ് ഉണർത്തിയാൽ എന്തോ ഗുണം കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഇതിനെ ആ ലെവലിലേക്ക് എത്തിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ അറിവും വെച്ച് നമ്മുടെ ജ്ഞാനവും ഇതിൽ ബാധകമാണ്, നമ്മുടെ മനസ്സ് ഇതിൽ ബന്ധമുണ്ട്, നമ്മുടെ ആത്മാവും ബന്ധമുണ്ട്. അപ്പൊ ഇതൊക്കെ ബന്ധം ഒരേപോലെ വന്ന് ഒരേപോലെ വളർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ ഒരേ ലെവലിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഊർജം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് അതാത് മേഖലയിൽ എത്തേണ്ടതാണ്. അതാണ് ഇതിന്റെ ശരിക്കുള്ള വഴി. ഉദാഹരണത്തിന് നല്ല ഭക്തി മാർഗത്തിലേക്കാണ് ഒരാൾ പോകേണ്ടത് എന്ന്, അതാണ് അവന്റെ ആത്മാവിന്റെ ആഗ്രഹവും അതാണ് ആത്മാവിന്റെ ഈ ജന്മത്തിലെ നിയോഗവും എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ ഭക്തി മേഖലയിൽ അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവൻ മനസ്സ് കൂടുതൽ കേന്ദ്രീകരിച്ച് വരുമ്പോൾ അവൻ പോലും അറിയാതെ ആ ഭാഗത്തേക്കുള്ള ഊർജം താനെ അവിടെ നിന്ന് ആ ഭാഗത്തേക്ക് കൂടുതൽ കയറി വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ ആ ഭക്തി മേഖലയിൽ അവൻ പോലും അറിയാതെ അത് ഭക്തിയിലേക്ക് കൂടുതൽ ലയിച്ച് പോകും. അതേസമയം ഒരാളുടെ ഊർജം അവന്റെ കുടുംബ മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ഈ ജന്മത്തില് കുടുംബ മേഖല കറക്റ്റ് ചെയ്യാനാണ് ഈ ജന്മമാണെന്നും ഈ ജന്മത്തിൽ കുടുംബത്തിന്റെ കർമ്മ മേഖലയെല്ലാം ഓക്കെ ആക്കിയിട്ട് അവസാനം വേണം നമ്മളെ ഭക്തിമാർഗത്തിലേക്ക് അല്ലെങ്കിൽ ശരിക്കും ജ്ഞാനമാർഗത്തിൽ അതിലോട്ടൊക്കെ കയറേണ്ടതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ട് അവൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ആ അറിവ് അവന് ലഭിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ ശക്തി, കുണ്ടലിനി ശക്തി ആ ചക്രത്തിലേക്ക് ശക്തമായ രീതിയിൽ പ്രവഹിക്കുകയും ആ മേഖലയിൽ അവൻ കൂടുതൽ വഴികൾ തെളിഞ്ഞു വരികയും അതിലോട്ട് അവൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി എത്രയും പെട്ടെന്ന് ആ കർമ്മ മേഖല അല്ലെ കുടുംബത്തിൽ ആ പരിപാലന മേഖലയിലേക്ക് അവൻ പെട്ടെന്ന് ജയിച്ച് മുന്നേറി വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മേഖലകൾ അല്ലെങ്കിൽ ഈ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലോട്ട് അവൻ കോൺസെൻട്രേഷൻ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഊർജം ഒരു വ്യക്തി എവിടോട്ടാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രമിക്കുന്നത് അങ്ങോട്ടേക്ക് കൂടുതൽ വന്നുകൊള്ളും. അപ്പൊ അങ്ങനെ വന്ന് അവൻ ശരിക്കും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ജയിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതല്ലാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ഒളിപ്പോസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടുന്ന പരിപാടിയിലേക്കാണ് ഇപ്പൊ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ധനം ഒരുപാട് ഉണ്ടാക്കണം, പെട്ടെന്ന് ധനവാനാകണം എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് നമ്മുടെ ആ ഊർജത്തെ ആ ധനം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചക്രാസിലേക്ക് ശക്തമായ രീതിയിൽ പ്രകോപിപ്പിച്ചാൽ നമുക്ക് ധനത്തിനുള്ള വഴികളും അതിനുള്ള മാർഗങ്ങളും തുറന്നു വന്നുകൊണ്ടേയിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അങ്ങനെ തുറന്നു വരുമ്പോൾ അവന് ഒരുപാട് ധനം കിട്ടും. പക്ഷെ അവനിൽ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അവനെ തള്ളിയിടാൻ നിൽക്കുന്ന അവന്റെ ആത്മാവിന് വളർച്ചയില്ലാത്ത കാരണം അവന് ശല്യം ചെയ്യാൻ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ അവന്റെ മറ്റു പല മേഖലകളിൽ വൻ നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. യവന് ഊർജ്ജം ഉണ്ടാക്കുന്നത് ധനത്തിന്റെ ആ ഭാഗത്തുള്ള ചക്രാസിലാണ് ഊർജ്ജം കയറ്റിയത്. അതനുസരിച്ച് ധനം കിട്ടുന്നു. പക്ഷെ ചിലപ്പോ അവന്റെ മക്കൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ ദുരന്തത്തിൽപ്പെട്ടോ മരണപ്പെടാം. ചിലപ്പോൾ ഭാര്യയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വന്ന് അത് എന്തെങ്കിലും ആയി വരാം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ നല്ല ധനം കാണും, പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു രോഗമോ പിടിപെട്ട് അങ്ങനെ വീഴുന്നു പോകാം. ധനം കിട്ടും, കാരണം ആ മേഖല ഊർജ്ജം ആയല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില കുഴപ്പങ്ങളും ഈ ഭാഗത്തുണ്ട്. ഇപ്പൊ ഇതില് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് വികാരമാണോ നമ്മൾ ഇതാണ് ശരി എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല നമ്മളിൽ ഉണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് ഈ ഊർജം ശക്തമായി കയറിയാൽ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ശരി എത്രയോ ഹൈ ലെവലിലേക്ക് അത് ബൂസ്റ്റ് ആയി വരും. കാരണം ആ മേഖല ശക്തമായി നിൽക്കുകയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുദാഹരണം പറഞ്ഞാൽ ഒരു കള്ളൻ അവന് മോഷ്ടിക്കലാണ് അവന്റെ ജോലിയെങ്കിൽ അവനിരുന്ന് ധ്യാനിച്ച് അവന്റെ ചക്രാസിനെ പവർഫുൾ ആക്കിയാൽ ആ മോഷണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ചക്രാസിലേക്ക് ഈ ശക്തമായി ഊർജം പ്രവഹിച്ചാൽ മോഷണത്തിലുള്ള സാധ്യതകളും വർദ്ധിക്കും. അവൻ മോഷ്ടിക്കുന്നതിന്റെ ടെൻഡൻസി അവൻ എത്രയോ ഹൈ ആയിട്ട് കൂടി വരികയും ചെയ്യും. അപ്പൊ ഈ ചക്രാസ് ഉണർത്തൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആത്മാവിനെ വളർത്തുന്ന പ്രക്രിയ അല്ല. നമ്മുടെ ശരീരത്ത് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് വേണ്ട ഓരോ കർമ്മ മേഖല എല്ലാ മേഖലകളിലും ആവശ്യമായ ഊർജത്തെ നമുക്ക് സമയം കിട്ടാൻ കണക്കിന് പ്രകൃതി തന്നെ വെച്ചിരിക്കുന്ന ഒരു ഊർജ കേന്ദ്രം, ഒരു ബാറ്ററിയാണ് ഈ കുണ്ടലിനി. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ശരിയിൽ ഈ ശക്തി കയറി വന്നു കഴിഞ്ഞാൽ ആ ശരി കയറി ബൂസ്റ്റ് ആവും. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലൻസി സ്വഭാവമുള്ള ഒരാളാണെന്ന് വെച്ചോ. അപ്പൊ വയലൻസി സ്വഭാവമുള്ള ഒരാള് അവൻ ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാതെ വയലന്റ് സ്വഭാവത്തെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഊർജം അവന്റെ ആ വയലന്റുമായിട്ട് മേഖല അല്ലെങ്കിൽ അധിക കോപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയിലേക്ക് ഊർജം ശക്തമായി പ്രവഹിച്ചാൽ അവന്റെ വയലന്റ് സ്വഭാവം അത് കൂടുതൽ ഇരട്ടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അവൻ
എത്ര ശ്രമിച്ചാലും അവന്റെ വയലൻസിയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം അത് പവർഫുൾ ആയി കഴിയും. അപ്പൊ ഭയങ്കരമായ വയലൻസി ആയിരിക്കും. അപ്പൊ അന്ന് സംഭവിച്ചാൽ അത് പ്രകാരം വരുന്ന സകലമാന കഷ്ടങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും കേസും പ്രശ്നവും എല്ലാം അനുഭവിക്കേണ്ടി വരും. അവന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഇപ്പം നമ്മളെ ആജ്ഞാചക്രം അല്ലെങ്കിൽ ഈ തേടൈ ഓപ്പൺ ആകുന്ന ലെവലിലേക്ക് ഊർജ്ജം ശക്തമായി പ്രവഹിച്ചാൽ അവന്റെ തേടൈ ഓപ്പൺ ആവും. അവൻ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള പല കാഴ്ചകൾ കാണും. അപ്പൊ ഇതൊക്കെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നൊന്നും അടിസ്ഥാനമൊന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ അവന് മാനസിക രോഗി വരെ അവൻ സാധ്യതയുണ്ട്. കാരണം അവന് ഇതിനെ കുറിച്ച് യാതൊരു അടിസ്ഥാനം അറിഞ്ഞൂടാ. ഈ കാണുന്നത് ശരിയാണോ തെറ്റാണോ, ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും. കണ്ണ് തുറന്നിരുന്നാലും കണ്ടുകൊണ്ടിരിക്കും. കാരണം ആ ഭാഗം ഓപ്പൺ ആയി പോയി. ശരിക്കും പറഞ്ഞ ഇത് അതാത് സമയത്ത് എത്രയാണോ വേണ്ടത് അത്രേ ഇത് ഓപ്പൺ ആവാവൂ. ഇപ്പൊ നമ്മളൊരു ബൾബ് കത്താനായിട്ട് ഒരു 230 വോൾട്ട് വേണം, ഇത്ര വാട്ട്സ് വേണം എന്നൊക്കെ വെച്ചോ. നമ്മൾ അതിൽ കൂടുതൽ വാട്ട്സ് കൊടുത്ത് അത് ഭയങ്കരമായി കത്തിയാൽ അത് ചിലപ്പോൾ അത് പെട്ടെന്ന് അടിച്ചു പോകും, നശിച്ചു പോകും. ഇതുപോലെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി അതിൻ്റെതായ അറിവും ജ്ഞാനവും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ ആ ഒരു ലെവലിലേക്ക് പാകപ്പെട്ട് വരുന്നതനുസരിച്ച് ആ ഭാഗങ്ങളിലേക്ക് ഊർജ്ജ പ്രവാഹം കുറച്ച് കൂടുതൽ നടക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ ആത്മീയമായി വളർന്ന ഒരു വ്യക്തിക്ക് സകലമാന കാര്യങ്ങളും ശരിയും തെറ്റെല്ലാം തിരിച്ചറിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കി അടിസ്ഥാനം എല്ലാം ഓക്കെ ആയ വ്യക്തി അവന് പിന്നെ മനസ്സിലാകും അവന്റെ ഊർജ്ജം ഏത് ഭാഗത്താണ് വേണ്ടത്. കാരണം ബാക്കിയുള്ള എല്ലാവരും ഇതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചു കഴിഞ്ഞു, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവന് വേണ്ട ഇന്ന ഭാഗത്ത് ഞാൻ സ്വപ്പം കുറവാണ്, അപ്പൊ എനിക്ക് അവിടെ അപ്പൊ അവൻ അതിനെ നിയന്ത്രിച്ച് അല്പം ആ ഭാഗത്തേക്ക് ഒന്ന് കൂട്ടിപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ ഭാഗം ഓക്കെ കൂടിപ്പോകാനും പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ശോഭിച്ച് പെട്ടെന്ന് ഫിലമെന്റ് അടിച്ചു പോകുന്ന ഒരു ബൾബിനെ പോലെ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ അത് നമുക്ക് ദോഷമായി മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അത് കൂടാനും പാടില്ല. ഇപ്പോ നമ്മളെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ചക്രാസിന്റെ ഭാഗത്തേക്ക് ഊർജ്ജം കൂടിപ്പോയാൽ അവന് അതിസ്നേഹവാനായിട്ട് സ്നേഹം കൂടി ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളെല്ലാം കാണിക്കും. പിന്നെ ദൈവത്തിന് വിരുദ്ധമായ രീതിയിലുള്ള പല കാര്യങ്ങളും ഇവൻ സ്നേഹം കൂടി കാണിക്കും. അവന് ചിലപ്പോൾ ഭാര്യയെ കാണും, ചിലപ്പോൾ അതിനപ്പുറത്ത് വേറൊരു സ്ത്രീയായിട്ട് അതിന് ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ മറ്റൊരു സ്ത്രീയായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇങ്ങനെ സ്നേഹത്തിന് പ്രതി തന്നെ അവനെ നിയന്ത്രിക്കാൻ പറ്റൂല. അവന്റെ ഭാര്യയുടെ തന്നെ സ്നേഹമായിരിക്കും, പക്ഷെ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടി വരും. അപ്പൊ ഭാര്യ ഉപേക്ഷിച്ച് പോകണമെന്ന് പറയും. പക്ഷെ ഇവന് മറ്റൊരിടത്തുള്ള സ്നേഹം നിർത്താനും പറ്റൂല. കാരണം അവിടെയും സ്നേഹം ഇവിടെയും സ്നേഹം, മൊത്തം സ്നേഹം. ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും പറ്റൂല. ഇവൻ ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ രോഗമായി പോയി എന്നുള്ളത് മറ്റവർക്ക് മനസ്സിലാക്കാനും പറ്റൂല. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടിസ്ഥാന സ്വഭാവം ക്ലിയർ ആക്കാതെ അതാത് ഭാഗങ്ങളിലേക്ക് ആവശ്യമില്ലാതെ ഊർജ്ജ പ്രവാഹം നടന്നാൽ നമ്മൾ എവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നു അതെല്ലാം നമുക്ക് ഓവർ പ്രശ്നമായി ദോഷമായി മാറും. ഇതൊക്കെയാണ് ഇതിന്റെ മറ്റൊരു വശം. അതുപോലെ തന്നെ കാമം എന്ന് പറഞ്ഞ മേഖല അവിടത്തേക്ക് നല്ല രീതിയിൽ ശക്തമായ ഊർജ്ജം ആ ഭാഗത്ത് പ്രവഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ കാമത്തിൽ അതിഭയങ്കരനായിരിക്കും. അപ്പൊ അവന്റെ ഈ കാമത്തിന്റെ ഈ പ്രശ്നം കാരണം വരെ കുടുംബം തൊലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഈ പ്രശ്നങ്ങൾ വരാം. ഈ പെന്തക്കോസ് മേഖലയിലും ക്രിസ്ത്യ മേഖല കണ്ടിട്ടില്ലേ കിടന്ന് പാട്ടും ചാട്ടവും ബഹളവും. കാരണം അവരുടെ ഭക്തി മേഖലയിലേക്ക് ഇതാണ് ശരി എന്നവർ അടിസ്ഥാനം പഠിച്ചു വെച്ചിരിക്കുന്നത് കാരണം ആ ഊർജം ആ ഭാഗത്തേക്ക് ഭയങ്കരമായി ശക്തമായി കയറുമ്പോൾ അവർ ശരിയെന്ന് വിചാരിക്കുന്ന സാധനം ഹൈ പവറായിട്ട് കൊണ്ടങ്ങ് ബൂസ്റ്റ് ആവുമ്പോൾ അവര് അവിടെ കിടന്ന് കാണിക്കേണ്ട വേലകൾ അത്രയും കിടന്ന് കാണിക്കും. അത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. കാരണം അവിടെ പവർഫുൾ ബൂസ്റ്റ് ആയിപ്പോയി. അപ്പൊ എന്താണോ ചെറുതായിട്ട് ഉണ്ടായിരുന്നത് അത് ഭയങ്കരമായ ശക്തിയായി. പക്ഷെ ഈ അറിവ് ലഭിച്ചിട്ട് ഇതൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യത്തിന് മാത്രം മതി എന്ന നമ്മുടെ ആ ഒരു നിയന്ത്രണം നമ്മൾ വന്നെങ്കിൽ നമുക്ക് അതിനെയൊക്കെ നിയന്ത്രിച്ച് ഒരു ലെവലിൽ നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് കണ്ട നിയന്ത്രണം അതീതമായി പോയി. അപ്പൊ അത് ഈ സാഹചര്യം നോക്കണം. ഇതൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഭക്തി മോഹത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മുറിയടച്ച് ആരും കാണാതെ രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ മറ്റുള്ളവർ വട്ടമേ പറയുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവര് ഈ ഇങ്ങനെയുള്ള ഈ കാര്യത്തിലേക്ക് ഇവർ പോലും അറിയുന്നില്ല. അവർ ശരിക്കും കുണ്ടലിനി ഉണർന്നാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നതെന്നുള്ള സത്യം ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കൾക്കൊക്കെ തിയറിയൊക്കെ അറിയാവുന്നത് കൊണ്ട് അവരത് കുറച്ചെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ ഊർജ്ജ പ്രവാഹം കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. സ്റ്റേജിലൊക്കെ ആലറി വിളിച്ചും ഇതൊക്കെ ഊർജ്ജ പ്രവാഹം കൂടുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. ഇവരിത് ശരിയെന്ന് വിചാരിച്ച് പിന്നെ പോകുന്നതോറും ഈ ഊർജ്ജം ആ ഭാഗത്ത് തന്നെ വന്ന് കൂടി ഭയങ്കര അരോചകമായി അവസാനം ദൈവത്തിന് നാണക്കേടുണ്ടാക്കുന്ന ലെവലിൽ വരെ ഇവര് കയറി പോകുന്നതിന്റെ കാരണം അറിവില്ലായ്മയാണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ, ലിമിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നിർത്തേണ്ട ലെവലിൽ ആ ഊർജ്ജത്തെ നിർത്താൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്നെ പലരും വിളിക്കുന്നത് അവര് പല കാഴ്ചകൾ കാണുന്നു, അവർക്ക് ഇന്ന സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല, അവരിങ്ങനെയാണ്,
അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അവര് 2 വർഷം കൊണ്ട് ഈ ചക്രാസിനെ ഉണർത്തുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അവർക്കിത് ഈ ഉണരുന്ന പവർ എങ്ങോട്ട് പോകണം, എത്ര കയറ്റണം, ഇതൊന്നും അറിഞ്ഞൂടാതെ ഇരുന്ന് ധ്യാനിച്ച് ആ ശക്തി കയറ്റിക്കൊണ്ടിരിപ്പുണ്ട്. കയറ്റം ചിലര് ഇപ്പൊ ഭക്തി മേഖലയിൽ ആ ഒരു ഭക്തിയുടെ മേഖലയിലേക്ക് ഈ ചക്രാസ് അതിശക്തമായി ഉണർന്നു കഴിഞ്ഞാൽ, അങ്ങോട്ട് പവർഫുൾ ആയി കഴിഞ്ഞാൽ അവരവരെ കുടുംബത്തെയും മറന്ന് അവരെ ജോലിയും മറന്ന് അതിലൊന്നും താല്പര്യം കാണൂല. മക്കളെ വളർത്തുന്ന കാര്യം താല്പര്യം, ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഭക്തിയിലിരുന്ന് ആ ദൈവമായിട്ട് അലിഞ്ഞു ചേർന്ന് ആ അനുഭൂതിയിൽ ഇരിക്കാനായിരിക്കും അവർ താല്പര്യം. അവരങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ബാക്കിയുള്ള പല മേഖലകളും അവിടെ നശിച്ചു പോകണമെന്ന് അവർ തിരിച്ചറിയില്ല. ചിലപ്പോൾ കടത്തിന്മേൽ കടം കയറിക്കൊണ്ടിരിക്കും. അതൊന്നും അവർക്കൊരു വിഷയം വരില്ല. ഒരിക്കലും ആ കടം വീടാനോ അതിനുള്ള വഴികളോ അവർക്ക് തുറന്നു വരൂല. കാരണം ഊർജ്ജോത്രയും ഭക്തി മേഖലയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഊർജ്ജത്തെ ആ കടം തീർക്കുന്ന മേഖല അല്ലെങ്കിൽ ധനത്തിന്റെ അങ്ങോട്ട് അവർക്ക് ഭാഗിച്ച് വിട്ട് അത് കേന്ദ്രീകരിച്ച് അങ്ങോട്ടും കൂടെ വിട്ടാലേ അവരുടെ ഈ കടത്തിന്റെ മേഖല തീരുള്ളൂ. പക്ഷെ ഇവർക്കത് എങ്ങനെ വിടണമെന്നോ അതിന് എന്ത് ചെയ്യണമെന്നോ കറക്റ്റ് വ്യക്തതയില്ല. അവർ നേരെ ഊർജ്ജത്തെ അങ്ങ് സഹസ്രാകുന്നു, അവിടെ കൊണ്ട് വരട്ടെ, അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ ഈ അൾട്ടിമേറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ദൈവമായി അലിഞ്ഞിരിക്കലാണ് പലരുടെയും പരിപാടി. ബാക്കിയെല്ലാം അവിടെ കുളവായിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇതേപോലുള്ള പല പ്രശ്നങ്ങളും ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ശരിയും തെറ്റും തിരിച്ചറിഞ്ഞൂടാതെ ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും. മാനസിക രോഗികളായി കാരണം മാനസിക രോഗി ആകുന്നതല്ല, അങ്ങോട്ട് പവർ കയറുമ്പോഴത്തേക്കും ആ വിഭാഗം പവർഫുൾ ആയിട്ട് അവൻ കാണിക്കുന്നതെല്ലാം മാനസിക വിഭ്രാന്തിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരാതെ എങ്ങനെ ചെയ്യണം, അതിന് എന്താണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള അടിസ്ഥാന അറിവ് ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിക്ക് ഇത് ദൈവത്തിന്റെ കാര്യമാണ്, ഭക്തിയാണെന്ന് പറഞ്ഞ് ഇരുന്ന് കയറ്റിക്കൊണ്ടിരിക്കും, പിന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു കെട്ടിയായിരിക്കും ആശുപത്രി കൊണ്ടുപോകുന്നത്. കാരണം അറിവില്ല. ഇതൊക്കെ എവിടെയൊക്കെയാണ് രഹസ്യത്തിൽ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് മറ്റുള്ള വ്യക്തികൾ അറിയേണ്ടത്, ആരും അറിയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അടിസ്ഥാന ബോധമൊക്കെ വന്നിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം പല രീതിയിലും ഇതിൽ ദോഷമായി എങ്ങനെയൊക്കെയാണ് ഇത് പല രീതിയിൽ ദോഷമായി മാറുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ചിലരുണ്ട് മറ്റുള്ളവരെ കളിയാക്കുന്ന സ്വഭാവക്കാരുണ്ട്. അപ്പൊ അവർ ശരിക്കും ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുകയോ നിർത്തലാക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ചുമ്മാ കളിയാക്കുകയും പൊട്ടച്ചൊല്ലും അതൊക്കെ പറയുന്നതിന് അനാവശ്യ തെറികൾ വിളിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരൻ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് കുണ്ടലിനി ഉണർത്താം എന്നൊക്കെ പറഞ്ഞ് കേട്ടും കൂടെ എന്നാൽ എനിക്കത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ സാധനം ഉണർന്ന് പവർ അവന്റെ ചക്രാസിലോട്ടൊക്കെ വ്യാപരിക്കുമ്പോൾ ഇവനിലിരിക്കുന്ന കുഴപ്പങ്ങളെല്ലാം കൊണ്ട് ബൂസ്റ്റ് ആവും. കാരണം ആ ഭാഗത്തും ഈ ഊർജ്ജം കയറുമ്പോൾ ഇവനിലിരിക്കുന്ന ഈ അടിസ്ഥാന സ്വഭാവം നേരത്തെ 10 ഇരട്ടിയോളം ആയിരിക്കും. പിന്നെ അത് കാരണം വല്ലവരെ കയ്യിൽ നിന്ന് അടി വരെ കിട്ടേണ്ട ഗതികേട് വരും. യവനട്ട ശ്രമിച്ചിട്ട് അത് നിയന്ത്രിച്ച് താഴോട്ട് കൊണ്ട് വരുത്താൻ പറ്റയില്ല. കാര്യം അതങ്ങ് പവർഫുൾ ആയിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഇതിന്റെ പിറകിലുണ്ടെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതൊന്നും അറിഞ്ഞൂടാതെയും അടിസ്ഥാനം ഒന്നും മനസ്സിലാക്കാതെയും നിങ്ങൾ ചക്രാസിന്റെ ഉണർത്തുന്ന ധ്യാനങ്ങളും ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ഒരു വശത്ത് അപകടം വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ശരിയെ ഏത് തെറ്റേതെന്ന് അറിഞ്ഞുകൂടാതെ തെറ്റിൽ നിൽക്കുന്ന പലരും വിചാരിച്ചു കൊള്ളണം അവരുടെ തെറ്റ് ഇനിയും ഇങ്ങനെ തുടർന്നാൽ അത് ഇരട്ടി ആ തെറ്റ് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനുവേണ്ട സാഹചര്യങ്ങൾ ആദർശക്തികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ മോഷ്ടിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ കുണ്ടലിനി പവർഫുൾ ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കയറി പവർഫുൾ ആയാൽ അവന്റെ മോഷണ ടെൻഡൻസി കൂടും. മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ അദൃശക്തികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഇതൊരു പ്രോഗ്രാമാണ്. നമ്മളകത്തിരിക്കുന്ന ചക്രാസിന്റെ ഏത് ഭാഗത്താണ് പവർഫുൾ ആകുന്നത് ആ അദൃശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിക്കൊണ്ട് വരികയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇപ്പം വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിവാഹത്തിന് തടസ്സമുള്ള ഒരാള് ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടെ പവർഫുൾ ആക്കിയാൽ അവർക്ക് വിവാഹത്തിന്റെ കാര്യം പെട്ടെന്ന് ഓക്കെ വരും. അദൃശക്തികൾ ആ ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് വരും, ആളെ കൊണ്ടുവരും. പക്ഷെ ഇത് നമ്മൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അതിന്റെ ലിമിറ്റേഷനോ അതിന്റെ ക്രമമോ അത് പഠിക്കാതെ അറിഞ്ഞുകൂടാതെ ചെയ്യുമ്പോൾ ഈ പവർ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കില്ല കയറുന്നത്. ഈ പവർ ചിലപ്പോൾ കയറുന്നത് സന്യാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയുടെ ഹൈ മാർക്കത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തോട്ട് ആയിരിക്കും ഈ എനർജി കയറിക്കൊണ്ടിരിക്കുന്നത്. യവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിവാഹം നടക്കാനായിരിക്കും. പക്ഷെ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തി കയറുന്നത് അത്രയും ആ സന്യാസ മാർഗത്തിലേക്ക് പോകണം, എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള ആ മേഖലയിലോട്ടായിരിക്കും ഊർജ്ജം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഊർജ്ജം എവിടെ കയറുന്നു അതേ പവർഫുൾ ആവൂ, അതിനുള്ള വഴികളിൽ തെളിഞ്ഞുകൊണ്ട് വരുള്ളൂ. ഒരു കാലത്തും ഇവന്റെ കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ആ ഭാഗത്തേക്ക് ഊർജ്ജം ഒട്ടും വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ കുഴപ്പം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ വേണം ഇതിന്റെ കാര്യം തുടങ്ങാൻ. ചക്രസിന്റെ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര അളവിൽ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളോ ഞാൻ ഇതുവരെ പറഞ്ഞു
തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പുള്ള അടിസ്ഥാനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടിസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ലെവലിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ അപ്പോൾ നോക്കണം എവിടെയാണോ നമുക്ക് പറ്റാത്തത്, എവിടെയാണോ ഇനി മുന്നോട്ട് പോകേണ്ടത്, അവിടെ അല്പ ഒരു ഊർജം അവിടെ കൊടുക്കണം. അത് പിന്നെടുത്ത കാര്യം. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നതും പറയുന്നതെല്ലാം ഈ ചക്രാസിന്റെ കാര്യങ്ങളും കുണ്ടലിന്റെ കാര്യങ്ങളും ഇങ്ങനെയുള്ള യോഗാസ് അത് ഇത് പല മെത്തേഡിലുണ്ടല്ലോ, ഇതിൽ ഏതാണ് ശരി, ഇങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള പരിപാടികളൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. ദൈവം ഇപ്പൊ പറയുന്നു, ആദ്യം അടിസ്ഥാനം ക്ലിയർ ആകണം, ശരി തെറ്റ് തിരിച്ചറിയണം. നമ്മുടെ മേഖലകൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് അതാത് സമയത്ത് നമ്മൾ അതിലോട്ട് കൂടുതൽ പ്രാർത്ഥിക്കുകയും ആത്മീയ വളർച്ച നടക്കുകയും ചെയ്യുന്ന അനുസരിച്ച് വേണ്ട അത്ര ഊർജം അതാത് ഭാഗത്ത് വന്നുകൊള്ളും. അഥവാ വന്നില്ലെങ്കിൽ അത് അപ്പോഴും നോക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പോ ഇത്രയും പറയുന്നുള്ളൂ. അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്. ഓക്കെ.